പൈസ ഇതാ അതല്ല പൈസ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ, കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആക്ച്വലി തലേ ദിവസം പാലക്കാട് വരെ പോയിട്ട് വന്നതാണ്. ഒരു 12 മണിയൊക്കെ ആയിട്ട് വന്ന് കിടന്നപ്പോൾ പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന ഒരു 9:30 മണിയായപ്പോഴാണ് ബെഡ്റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് തൂളുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാനം തെളിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് അവിടെ SP ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പാലക്കാട് ഇക്കാക്ക്. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ബെൻസിത്തായും ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയതുകൊണ്ട് അതൊരു ട്രിപ്പ് മോഡിലേക്ക് മാറി കേട്ടോ. സോ രാവിലെ ചായക്ക് എന്താണ് ഉണക്കപ്പയും കടലയും കൂടെ പുഴുങ്ങിയതായിരുന്നു. കുറച്ചൊരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തലേദിവസം വന്നിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങിയതാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കാനായിട്ട് ബെഡ്റൂമൊക്കെ അവിടെ ഇവിടെ തുണിയൊക്കെ വാരിപ്പറക്കിയൊക്കെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കിപ്പുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താണ് അടുക്കളയിൽ പോകുമ്പോൾ ഉമ്മിഷ അവിടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം പൊരിച്ചു. അതുപോലെ തന്നെ ചക്കക്കുരുവും ചീരയും കൂടി തോരൻ വെച്ചാണ് കേട്ടോ. അപ്പോഴേക്കും നോക്കുമ്പം ചെറുതായിട്ടൊക്കെ മഴ തുടങ്ങി. ആ മഴ പിന്നെ വലിയൊരു മഴയായിട്ട് മാറി കേട്ടോ. എനിക്ക് ആക്ച്വലി ഇന്ന് ഫുള്ള് തിരക്കുള്ള ദിവസമാണ്. കാരണം ഈ ട്രിപ്പൊക്കെ പോയതുകൊണ്ടും പിന്നെ കുഞ്ഞു ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പെൻഡിങ് ആയിട്ട് കുറേ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് സമയത്ത് ചെയ്യാനേ പറ്റുന്നില്ല. ഒന്നാമത് സമയം കിട്ടുന്നേ ഇല്ല കേട്ടോ. അപ്പം ഈ മഴ കഴിയുമ്പോൾ എനിക്ക് എന്തായാലും അത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം മഴയത്ത് ലൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. പാലക്കാടൊക്കെ പോയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. സോ എന്താണ് കുറച്ച് പുട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങളിൽ പലരും ലിപ്സ്റ്റിക് ലവേഴ്സ് ആയിരിക്കുമല്ലോ. സോ ഒരു ബെസ്റ്റ് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പലതും ഞാൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചുണ്ടിങ്ങനെ വരണ്ടിട്ട് ഒരുമാതിരി ഇരിക്കും. എനിക്കത് അത്ര ഇഷ്ടപ്പെടാറില്ല. പലതും ഞാൻ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ചുണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ കുറേ നേരത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതങ്ങനെ നിലനിൽക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിനുസമുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ടെക്സ്ചറിലുള്ള ക്രീം മാറ്റ് ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, പലതിലും ഈ ഒരു ക്രീം മാറ്റ് ലിപ്സ്റ്റിക്കിൽ പലതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ടെക്സ്ചറിലുള്ളതൊക്കെ ലിപ്സ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഭയങ്കര കുറവായിരിക്കും. എന്താ പറയുക, നമുക്ക് ചിലതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുണ്ടിങ്ങനെ വരണ്ട് ഉണങ്ങി, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഈർപ്പമുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചുണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ട് ഈ ചെറിയ ചെറിയ തൊലികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെയുള്ള, അതൊക്കെ ഇങ്ങനെ അടർന്ന് വീണ് ചിലപ്പോൾ ബ്ലീഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ മാമാ എർത്ത് ഈ ഒരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ സെഗ്മെൻറ്റിൽ ഒരു തകർപ്പൻ ഒരു അടിപൊളി ഫോർമുല അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തുള്ള ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചറുള്ള കുറേ ലിപ്സ്റ്റിക്കുകൾ, അതായത് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ മാമാ എർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ മാമാ എർത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ മൊത്തം 9 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ക്രീമി മാറ്റ് ടെക്സ്ചർ നമുക്ക് തരുന്നതായിരിക്കും. അതായത് 8 മണിക്കൂറത്തേക്ക് ഇത് ലോങ് സ്റ്റേ ആയിട്ട് നിലനിൽക്കും കേട്ടോ. സോ ഒരു ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ 8 മണിക്കൂറത്തേക്ക് ഇത് നിലനിൽക്കുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് മുറുമുറു വെണ്ണയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് തീവ്രമായിട്ടുള്ളൊരു പോഷണം ഇത് നൽകുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പം മാമാ എർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലീഡ് പ്രൂഫാണ്, അതുപോലെ തന്നെ ഫ്ലഡ് പ്രൂഫാണ്. പിന്നെ ഒരു സ്ട്രോക്ക് ആപ്ലിക്കേഷൻ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്
ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ടോക്സിൻസോ ഹാംഫുൾ കെമിക്കൽസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 9 വൈബ്രൻറ്റ് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുകൾക്ക് അനുയോജ്യമായിട്ടാണ് കേട്ടോ ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു നോൺ ഡ്രൈയിങ് ഫോർമുല ഉണ്ട്. അതായത് ഭയങ്കരമായിട്ട് ചുണ്ടിങ്ങനെ വരണ്ട് ഉണങ്ങും അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഒരു നോൺ ഡ്രൈയിങ് ഫോർമുല ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാനെന്തായാലും ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 9 ഷെയ്ഡ്സാണുള്ളത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സാണ്. നമുക്ക് ഒന്ന് അങ്ങനെ എടുത്തു പറയാനില്ല, എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോണുകൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഷെയ്ഡുകളാണ് കേട്ടോ ഇതൊക്കെ തന്നെയും. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കുകൾക്ക് 399 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരെണ്ണത്തിന് 399 രൂപയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ല ഒരു നമുക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ് കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊന്നിന് 399 രൂപയാണ് കേട്ടോ വരുന്നത്. സോ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ഒരുപാട് ഇങ്ങനെ വരണ്ട് ഉണങ്ങാത്ത രീതിയിൽ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ടെക്സ്ചർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്ത് കണ്ടില്ലേ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ലാസ്റ്റ് ഇട്ടത്. ഈ ഒരു ഷെയ്ഡാണ് ക്രാൻബെറി ക്രഷ് എന്ന് പറയും. അടിപൊളിയായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖം ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അജ്മൽ 2024 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മാമാർ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഒനിയൻ ഷാമ്പു നമ്മൾ കൊടുത്ത ഫീഡ്ബാക്കിനനുസരിച്ച് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരവരുടെ പ്രൊഡക്ട്സിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ റിസർച്ചിലൂടെയും അതുപോലെ തന്നെ ഇന്നോവേഷൻസിലൂടെയൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ ആമസോണിനൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ഇതിനൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം 2 വീഡിയോ എടുക്കാനുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, വെയിലായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. മഴ പെയ്തിട്ട് പണി കിട്ടും. അതിന് മുമ്പ് എന്തായാലും എടുത്ത് തീർക്കട്ടെ. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മുമ്പേസ്റ്റ് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒട്ടും ലൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മുറ്റത്ത് വലിയ കുഴപ്പമില്ല. അങ്ങനെ മുറ്റത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഉമ്മച്ചിയാണ് ഷൂട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഇത് ഭയങ്കര ഒരു പാടാണ്. ഈ ലൈറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മളാണെങ്കിൽ കുറേ പ്രിപ്പയറൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ലൈറ്റിംഗ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു മഴ മാറാൻ വേണ്ടിയിട്ട് നോക്കി വയ്ക്കും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ അറിയോ, ചീവീട്, നമ്മുടെ പഴയ ശത്രു ഉണ്ടല്ലോ ചീവീടിൻ്റെ സൗണ്ടും ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈക്ക് യൂസ് ചെയ്യാതെ ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പോലും ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അഫിക്ക് ക്ലാസ് തുടങ്ങുകയാണ് തിങ്കളാഴ്ച. അപ്പോൾ അന്നും അതിൻ്റെ തലേദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഈ വർക്ക് തരുന്നവർക്ക് കറക്റ്റ് സമയത്ത് എടുത്ത് തിരിച്ചയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഇതിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഓരോ പാർട്ട് എടുത്തെടുത്തിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അത് ബാക്കി പറയണത് പിന്നെ എടുത്താൽ മതി, ഇപ്പോൾ ഇത്ര എടുക്കാം. അത് ക്ലാരിറ്റി ഉണ്ടെന്നല്ലേ അതേ എടുത്തു ഞാൻ പറയാം. ഭയങ്കര അകലെയാണോ? ഓൺ ചെയ്തോ? കുറച്ച് ചിലപ്പോ അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നേരത്തെ കാണിച്ച കറികളൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അഫിക്ക് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ അവന് ബുക്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ
ലേബിൾ കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് 2-3 ഫോട്ടോയൊക്കെ കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി ബാഗിലൊക്കെ ആക്കി വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആ ബുക്കിലും പുസ്തകത്തിലൊക്കെ ഇത് ഒട്ടിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത്തത്തെ വന്നപ്പം അഫിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ലേബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ്റെ പേരങ്ങനെ തന്നെയുണ്ട്. പിന്നെ സ്കൂളിൻ്റെ പേരും സബ്ജക്റ്റിൻ്റെ പേരൊക്കെ എഴുതാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന അതായത് ടേം 1 മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. ടേം 2 വീട്ടിൽ വെച്ചേക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടേം 1 ടെക്സ്റ്റും അതുപോലെ തന്നെ ഈ ബുക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ അവിടെ തന്നെ വാങ്ങിച്ചു വെക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഹോംവർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് വീട്ടിലേക്ക് കൊടുത്തു വിടുള്ളൂ. പിന്നെ ഡയറി എന്നും കൊണ്ടുപോകണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. പിന്നെ എന്താണ്, നിങ്ങളിപ്പോൾ മിനി ബ്ലോഗ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ രാവിലെ ടിഫിൻ കൊടുത്തു വിടണം, പിന്നെ ഉച്ചക്കത്തേക്ക് ലഞ്ചും കൊടുത്തു വിടണം കേട്ടോ. അതായത് ഇവിടുന്ന് 8:30 ആകുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ബസ് വരുമ്പോൾ, അപ്പോൾ അത്ര നേരത്തെ എന്തായാലും പകുതി കുട്ടികളും കഴിക്കില്ലല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു 10 മണി ആവുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കൊടുക്കുന്നതാണ് പറഞ്ഞ്. പിന്നെ ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടാറ്. ഒഴിച്ച് കറി ഇവന് ഇഷ്ടമല്ല കേട്ടോ. ഇവനെപ്പോഴും വെള്ളച്ചോറ്, ഇപ്പം നമ്മൾ ചാറൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, വെള്ളച്ചോറ് മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാണ് ഇവന് ഇഷ്ടം. ഒഴിച്ച് കറി അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് അത് കൊടുത്തു വിടാറില്ല. എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ തോരനോ അതിൻ്റെ കൂടെ മീൻ പൊരിച്ചത്, അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, മിനി ബ്ലോഗ് കാണുന്നവർക്ക് അറിയാം, ടിഫിൻ ആൻഡ് ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. സോ ഞാൻ ബുക്സിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തെല്ലാം പേര് കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ആകെ ഒരു ടെൻഷനും പരവേശമൊക്കെ ആയിരുന്നു. അത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് അവനുള്ള എല്ലാ സാധനങ്ങളും ബാഗിലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുമ്പോൾ മുതൽ ഇങ്ങനെ എന്തോ ഒരു വിഷമവും ടെൻഷനൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യമായിട്ട് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഇവൻ ആക്ച്വലി അംഗൻവാടിയിൽ കുറേ നാളായിട്ടോ പോയിട്ട്, ഒക്കെ വന്ന് പിന്നെ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇനിയിപ്പോൾ അവൻ പോവുകയാണല്ലോ, കുഞ്ഞിന് വേണ്ടി തന്നെയാണ്, എന്നാൽ പോലും കൂടുതൽ സമയം ഇനിയിപ്പോൾ അവന് സ്കൂളിലാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും വിഷമമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം തന്നെ ഫുഡ് കഴിക്കും, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ, ഫുഡ് കഴിക്കുമോ കരയുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അലിഫ് ഡേക്കൊക്കെ പോയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. കാരണം അംഗൻവാടിയിലൊക്കെ പോകാൻ ആദ്യമൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒരു പിടിയില്ല. അപ്പോൾ ബസ്സിലൊക്കെ കയറി പോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലിഫ് ഡേക്ക് പോയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ, കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാത്തിലും അവരുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതണം. ബാഗിലും അതുപോലെ തന്നെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞ് കൊടുത്തു വിടുന്ന ടവലിൽ പോലും അവരുടെ പേരുണ്ടായിരിക്കണം. എന്തൊക്കെ കൊടുത്തു വിടുന്നു അതിലൊക്കെ അവരുടെ പേര് എഴുതണം. ഡയറി ഇന്ന പേജൊക്കെ ഫില്ല് ചെയ്യണം, ഫോട്ടോ ഒട്ടിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഡയറി ഫില്ല് ചെയ്യുകയാണ്. പിന്നെ ഒരു ഫോട്ടോ ഒട്ടിക്കണമായിരുന്നു. പിന്നെ 2-3 ഫോട്ടോ കൊടുത്തു വിടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ടാഗിലൊക്കെ ഇപ്പം താൽക്കാലികമായിട്ട് ഒരു ടാഗാണ് കേട്ടോ കൊടുത്തേക്കണത്. അപ്പോൾ അതിൽ പേര്, അതുപോലെ തന്നെ എവിടെയാണോ ഏത് സ്ഥലത്താണോ ബസ് ഇറങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ അതിൽ. പിന്നെ ക്ലാസ്, ഡിവിഷൻ അങ്ങനെയൊക്കെ. അപ്പം ശരിക്കുള്ള ടാഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിപ്പം കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. പിന്നെ യൂണിഫോമൊക്കെ നേരത്തെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്ന് മുതലാണ് യൂണിഫോം ഇടാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നിട്ട്, ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ ബെൽറ്റ് അതുപോലെ തന്നെ സോക്സ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ തരാനായിട്ട്, അതും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ക്ലാസ് തുടങ്ങിയതിന് ശേഷം അത് കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ ഡയറി ഫില്ല് ചെയ്യുന്നുണ്ട്. ഡയറി ഫില്ല് ചെയ്തതിന് ശേഷം എനിക്കിനി അവൻ്റെ ബാഗിലും അതുപോലെ തന്നെ ആ ഒരു ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്ന ടവലിലും പിന്നെ ചോറ്റുപാത്രത്തിലൊക്കെ പേര് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്.
ഇത് അഫി സ്കൂളിൽ പോകുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉമ്മിച്ച് എഴുന്നേറ്റ് ടിഫിനും അതുപോലെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിനി വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അഫീനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ അഫീനെ പോയി എഴുന്നേൽപ്പിച്ച് ഒരു മടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്, നാളെ പോയാൽ പോരാതൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഫ്രഷാക്കി എടുത്ത് റെഡിയാക്കി സെറ്റാക്കിയപ്പോൾ തലേദിവസം തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ബാഗ് അതുപോലെ തന്നെ ഇടേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ടിഫിനും അതുപോലെ തന്നെ ലഞ്ചൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചായക്ക് ഇടിയപ്പവും അതുപോലെ തന്നെ കിഴങ്ങറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അത് വെച്ച് കൊടുത്തു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും അതുപോലെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് വെച്ചു. പിന്നെ പയർ തോരനുണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു കഷ്ണം മീനും വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മിനി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മീനൊക്കെ കൊടുത്തു വിടാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഫുഡിന് ഇന്ന ഫുഡേ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഇതെല്ലാം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരത് വൃത്തിയായിട്ട് തന്നെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പോയിട്ട് വന്നപ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ പാടില്ല, മുട്ട പാടില്ല അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചും ടിഫിനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ആദ്യമായിട്ടാകും പോകുന്നതല്ലേ, അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഇവിടുന്ന് റോഡിലേക്ക് കൊണ്ടുവിടണം കേട്ടോ, ബസ് വരുന്നത് അവിടെയാണല്ലോ. അപ്പോൾ നമ്മുടെ ബെൻസിത്തയുടെ മോൻ ഫൈസി ഈ സ്കൂളിലാണെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനാണ് ആദ്യം കയറുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവനുണ്ടെന്ന് ഫൈസിക്കാക്ക ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് അഫി ഉണ്ടായിരുന്നത്. അങ്ങനത്തെ അവൻ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മച്ചിക്കും അതുപോലെ തന്നെ മറ്റുമ്മച്ചിക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ റോഡിലേക്ക് പോകാനിരുന്നല്ല, പിന്നെ ആദ്യമായിട്ട് പോകുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ പോയിട്ട് അത്തച്ചിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് അവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പൈസ അതല്ലേ പൈസ. അങ്ങനെ അവൻ ബസ്സിൽ കയറി പോയി. ഫൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവനിങ്ങനെ കുരുത്തക്കേട കാണിക്കുമ്പോൾ പറയാതെ കേട്ടോ, എൻ്റെ പഠിച്ചവരെ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ബസ് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. എന്തോ ഒരു വിഷമമാണോ സങ്കടമാണോ, കുറേ മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് വൈകുന്നേരം അവർ വരുന്ന ഒരു ക്ലിപ്പിങ്സ് ചെയ്യാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ കവലയിൽ നിന്നാണ് അവരെ രണ്ടുപേരെയും കൂട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.